2022 ഏപ്രിൽ മാസം 4-ാം തീയതി മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ ഒരു റോബറി കേസ് റിപ്പോർട്ടായി. അതിലെ പരാതിക്കാരൻ രതീഷ് എന്ന പേരുള്ള ഒരാളായിരുന്നു. ഏകദേശം 39 വയസ്സുള്ള ആൾ. അയാളുടെ പരാതി, അയാൾ അന്നേ ദിവസം രാവിലെ എറണാകുളം ജനറൽ ആശുപത്രിയുടെ ഭാഗത്ത്, അയാളുടെ വീട് വരാപ്പുഴയിലാണ്, അങ്ങോട്ട് പോകാൻ വേണ്ടി ബസ് കാത്തു നിൽക്കുമ്പോൾ ഒരു മോട്ടോർ സൈക്കിളിൽ ഒരാൾ അവിടെ എത്തി. ഇയാളോട് സംസാരിച്ചു, രതീഷിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മോട്ടോർ സൈക്കിളിൽ വന്നയാൾ, അയാൾ പറവൂരുകാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പോകുന്ന വഴിക്ക് തന്നെയാണ് വരാപ്പുഴ. അപ്പോൾ രതീഷിനോട് അയാൾ പറഞ്ഞു, മോട്ടോർ സൈക്കിളിൽ കയറിയാൽ മതി, ഞാൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞു എന്നാണ് രതീഷിൻ്റെ മൊഴി. അങ്ങനെ രതീഷുമായിട്ട് അയാൾ മോട്ടോർ സൈക്കിളിൽ കയറി ഗോശ്രീ 3 പാലങ്ങൾ, 1, 2, 3 പാലം കഴിഞ്ഞിട്ട് അവിടുന്ന് പുതുവൈപ്പ് ബീച്ചിന് പോണ ഭാഗത്തേക്ക് കുറച്ച് മാറി അവിടെ ഈ മോട്ടോർ സൈക്കിൾ അയാൾ അങ്ങോട്ട് ഓടിച്ചുകൊണ്ട് പോയി. അവിടെ ആളുകളില്ലാത്ത സ്ഥലത്ത് നിർത്തി രതീഷിനോട് താഴെ ഇറങ്ങാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അയാളൊരു കത്തി എടുത്ത് കാണിച്ചു. രതീഷിൻ്റെ കഴുത്തിലൊരു മാലയുണ്ടായിരുന്നു, ഏകദേശം 2.5 പവൻ തൂക്കമുള്ളൊരു മാലയുണ്ടായിരുന്നു. ആ മാലയും അതുപോലെ തന്നെ രതീഷിൻ്റെ ഫോണും അവിടെ വച്ച് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മേടിച്ചുകൊണ്ട് പോയി. മോട്ടോർ സൈക്കിൾ തിരിച്ച് ഓടിച്ച് അയാൾ പോയി എന്നുള്ളതാണ് രതീഷിൻ്റെ മൊഴി. രതീഷ് രാവിലെ ഉണ്ടായ സംഭവമാണെങ്കിലും വീട്ടിൽ ചെന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് വൈകിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മൊഴി പറയാനായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പരാതികൾ സാധാരണ രീതിയിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ വൈകി പരാതികളൊക്കെ വരുമ്പോൾ, അത് ഒരു സംശയത്തോടു കൂടിയാണ് പോലീസ് സാധാരണ രീതിയിൽ നോക്കുകയുള്ളൂ. ഈ പരാതിയും അങ്ങനെ തന്നെ നോക്കി ഇയാളെന്താണ് ഇങ്ങനെ ചില സമയങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ വീട്ടുകാരറിയാതെ പണയം വയ്ക്കുകയൊക്കെ ചെയ്യുന്ന സ്വർണത്തിന് ഒരു കണക്കുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനത്തെയുള്ള പരാതികളായിട്ട് ചില സമയങ്ങളിൽ ആളുകൾ പോലീസ് സ്റ്റേഷനിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാതി ശരിയാണോ എന്ന് പരിശോധിക്കാനായി പിറ്റേ ദിവസം രാവിലെ തന്നെ CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ നഷ്ടപ്പെട്ട മൊബൈലിൻ്റെ CDR സൈബർ സെല്ലിൻ്റെ സഹായത്തോടെയൊക്കെ പരിശോധിച്ചെങ്കിലും മൊബൈൽ ഫോൺ പിന്നീട് സ്വിച്ച് ഓൺ ആയിട്ടില്ല. CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടും അങ്ങനെ ഒരു കൃത്യമായ വിവരങ്ങളൊന്നും കിട്ടിയില്ല. പലരും ഇങ്ങനെ മോട്ടോർ സൈക്കിളിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഏകദേശം ഇദ്ദേഹം പറഞ്ഞ സമയത്ത് പല മോട്ടോർ സൈക്കിളും പോകുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നത് ശരിയാണെന്നുള്ള ബോധ്യപ്പെടുത്തുന്നുള്ള കൃത്യമായ CCTV ദൃശ്യങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷേ റോബറി പരാതിയാണ്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അത് അന്വേഷണം നടത്തണം. അത് ശരിയാണെങ്കിൽ പ്രതികളെ കണ്ടുപിടിക്കണം, ശരിയല്ല എന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി കേസിൻ്റെ അന്വേഷണം മുളവുകാടുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അവിടുത്തെ SI ജയപ്രകാശ് ആയിരുന്നു എന്ന്. SI ജയപ്രകാശും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീമംഗങ്ങളെല്ലാം കൂടി അവർ അന്വേഷണം തുടങ്ങി. കൃത്യം നടന്ന മുളവുകാട് കാളമുക്കിന് അപ്പുറമുള്ള സ്ഥലം, അവിടെ വെച്ചും അതുപോലെ തന്നെ ഇയാളെ മോട്ടോർ സൈക്കിൾ കയറ്റിക്കൊണ്ട് പോകുന്ന സ്ഥലം, അവിടെയൊക്കെ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അതിന് പ്രത്യേകിച്ച് കേസിലേക്ക് തെളിയിക്കാൻ പറ്റുന്ന യാതൊരു സൂചനയും കിട്ടിയില്ല. സാധാരണ രീതിയിൽ പോലീസ് അന്വേഷിക്കുന്ന രീതിയിലുള്ള CCTV ദൃശ്യങ്ങളോ അതുപോലെ തന്നെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടുള്ള യാതൊരു സഹായങ്ങളും കിട്ടിയിട്ടില്ല. പിന്നീട് ഇങ്ങനെയുള്ള അന്വേഷണത്തിന് പഴയ പരമ്പരാഗത രീതികളുണ്ട്. ഒന്ന്, സ്ഥലത്ത് പോയി കൂടുതൽ അന്വേഷണം നടത്തുക. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ കുറ്റം ചെയ്ത ആളെ പരാതിക്കാരൻ കണ്ടിട്ടുണ്ട്, പരാതിക്കാരൻ അയാളുടെ മോട്ടോർ സൈക്കിളിൻ്റെ പുറകിൽ നിന്ന് യാത്ര ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതിയുടെ ഒരു രേഖാചിത്രം വരയ്ക്കുന്ന രീതി ചെയ്യാറുണ്ട്. ആരെങ്കിലും കാണിച്ചിട്ടാണെങ്കിലും അന്വേഷണമൊക്കെ നടത്തണമെങ്കിൽ പ്രതിയുടെ ഒരു രൂപം അത് പോലീസിന് ബോധ്യപ്പെടണം. അതുപോലെ തന്നെ മറ്റ് സാക്ഷികളെ ആരെങ്കിലും കാണിച്ചു കൊടുക്കണമെങ്കിൽ അത് ബോധ്യപ്പെടണം. അതിനുവേണ്ടി ഈ പരാതിക്കാരൻ്റെ വിവരണങ്ങളിൽ നിന്ന് ഒരു രേഖാചിത്രം തയ്യാറാക്കാറുണ്ട്. അതിന് കഴിവുള്ള ചില പോലീസുകാരൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. എറണാകുളം റൂറലിൽ അന്ന് ജയപ്രകാശ് എന്ന് പേരുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം ഇതുപോലെയുള്ള രേഖാചിത്രങ്ങൾ വരയ്ക്കാൻ സഹായിക്കുന്നയാളും നല്ല രീതിയിൽ വരയ്ക്കുന്നയാളുമാണ്. അങ്ങനെ രതീഷിൻ്റെ വിവരണങ്ങളനുസരിച്ച് ഒരു രേഖാചിത്രം തയ്യാറാക്കി. രേഖാചിത്രം തയ്യാറാക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. മനസ്സിലൊരു ചിത്രം ഉണ്ടെങ്കിൽ പോലും അത് വാക്കുകൾ കൂടി പൂർണ്ണമായിട്ട് ചിലപ്പോൾ വരയ്ക്കുന്നയാളെ ബോധ്യപ്പെടുത്താൻ പരാതിക്കാരന് സാധിച്ചു എന്ന് വരില്ല. അതുപോലെ തന്നെ പരാതിക്കാരൻ പറയുന്ന വിവരണങ്ങൾ പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ട് അതുപോലൊരു ചിത്രം വരയ്ക്കാനും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഏകദേശം പരാതിക്കാരൻ കണ്ട്
രൂപം ഏകദേശം ഇതുപോലെയുള്ളതാണെന്നുള്ള രീതിയിലുള്ള ചിത്രങ്ങളാണ് സാധാരണ വരയ്ക്കാറ്. അങ്ങനെ പല കേസുകളിലും വരച്ച് ആ രേഖാചിത്രം വെച്ച് കേസിൻ്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ രേഖാചിത്രം തയ്യാറാക്കി ഈ കുറ്റകൃത്യം അതിൻ്റെ തുടക്കം നടന്ന എറണാകുളം ജനറൽ ആശുപത്രിയുടെ ഭാഗത്ത് അവിടെ എത്തി. അവിടെയുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, അതുപോലെ തന്നെ ലോഡ്ജുകൾ, കടകൾ, ഇവിടെയൊക്കെ ഈ ചിത്രവുമായിട്ട് പോലീസ് ചെന്ന് കാണിച്ചു കൊടുത്ത് അന്വേഷണം നടത്തി. ആ ഭാഗത്തുനിന്ന് അയാൾ മോട്ടോർ സൈക്കിളിൽ വന്നു എന്ന് പറയുമ്പോൾ അയാൾ ആ ഭാഗത്തുള്ള ഏതെങ്കിലും കടയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അവിടെ ഇയാളുടെ ചിത്രങ്ങളുമായിട്ട് അന്വേഷണം നടത്തിയത്. വേറെ മറ്റൊരു തെളിവുകളും കേസിൻ്റെ തെളിവിലേക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഭാഗത്ത് അന്വേഷണങ്ങൾ നടത്തി കാണിക്കാവുന്ന ഈ രീതിയിൽ കണ്ട് ചോദിക്കാവുന്ന ആളുകൾ, റോഡിലേക്ക് നോക്കിയിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ അങ്ങനെയുള്ളവരെയൊക്കെ കണ്ട് ചോദിച്ചെങ്കിലും അതിൽ കേസിൻ്റെ തെളിവിലേക്ക് വരുന്ന യാതൊരു വിവരങ്ങളും അവിടെ കിട്ടിയില്ല. തുടർന്ന് കുറ്റകൃത്യം നടന്നു കിടന്ന ഭാഗത്ത്, അത് ഇത്തിരി വിജനമായ സ്ഥലമാണെങ്കിലും ആ സ്ഥലത്തേക്ക് പോകുന്നതിന് ഒരു 100 മീറ്റർ ഇപ്പുറം മാറിയിട്ട് ഒരു ജംഗ്ഷനും ഒരു കടയൊക്കെയാണ്. അവിടെയും ഇയാളുടെ ചിത്രം കാണിച്ച് സാക്ഷികളെ കണ്ടൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്താലും ഇയാളെക്കുറിച്ച് പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെ രേഖാചിത്രവുമായിട്ടുള്ള അന്വേഷണവും അതിന് പ്രത്യേകിച്ച് ഫലം കണ്ടെത്താതെ വന്നതിനെ തുടർന്ന് പിന്നീട് ഈ അന്വേഷണം സംഘം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചു ഇതിനെന്തെങ്കിലും എങ്ങനെ ഈ കേസിലേക്ക് ഒരു തെളിവ് കണ്ടെത്താം എന്നുള്ള കാര്യം. അപ്പോൾ ചർച്ചയായിട്ട് വന്നത് ഈ കേസിൽ പ്രതിയുണ്ട്, അതുപോലെ തന്നെ പ്രതി ഉപയോഗിച്ചൊരു മോട്ടോർ സൈക്കിളുണ്ട്. അപ്പോൾ ഇനി ഈ മോട്ടോർ സൈക്കിളും ഈ രേഖാചിത്രവും കൂടി ബന്ധപ്പെടുത്തി ഇതിനകത്തൊരു അന്വേഷണം നടത്താമെന്നുള്ള കാര്യം തീരുമാനിച്ചു. അങ്ങനെ പരാതിക്കാരനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഒരു സ്പ്ലെൻഡർ മോട്ടോർ സൈക്കിളാണ് എന്നുള്ള കാര്യം അയാൾ പറഞ്ഞു. അപ്പോൾ ഈ ചിത്രവും ഈ സ്പ്ലെൻഡർ മോട്ടോർ സൈക്കിൾ എന്നുള്ള കാര്യം കൊണ്ട് രണ്ടും കൂടെ ബന്ധപ്പെടുത്തി ഇതിനകത്ത് എന്തെങ്കിലും അന്വേഷണം നടത്തി എന്തെങ്കിലും ഫലം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോലീസ് സംഘങ്ങളെ പല ടീമുകളായിട്ട് തിരിച്ച് ഈ ചിത്രവും വരച്ചെടുത്ത രേഖാചിത്രവും അതുപോലെ തന്നെ സ്പ്ലെൻഡർ മോട്ടോർ സൈക്കിൾ സാധാരണ റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്പുകളും അന്വേഷിച്ച് ബോൾഗാട്ടി ജംഗ്ഷൻ മുതൽ പറവൂർക്ക് പോകുന്ന റൂട്ടിൽ അങ്ങനെ അന്വേഷിക്കാനുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഈ പരാതിക്കാരനെ കണ്ട് മൊഴിയെടുത്ത് ചോദിക്കുമ്പോൾ ഇയാൾക്ക് ആ സ്ഥലമൊക്കെ നല്ല പരിചയമുള്ള രീതിയിലാണ് ഇയാൾ മോട്ടോർ സൈക്കിൾ ഓടിച്ച് പോയത് എന്നുള്ള കാര്യം പരാതിക്കാരൻ പറഞ്ഞു. ആ സ്ഥലത്ത് നേരത്തെയും പരിചയമുള്ള ആളാണ്. വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ അന്വേഷണം നടത്തി വരുമ്പോൾ പറവൂർ റൂട്ടിൽ ഈ കൃത്യം നടന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഒരു 7 കിലോമീറ്റർ മാറിയിട്ട് ഒരു സ്ഥലത്ത്, അതിനിടയിലുള്ള വർക്ക്ഷോപ്പുകളെല്ലാം അന്വേഷിച്ചാണ് പോയത്. അങ്ങനെ ഒരു 7 കിലോമീറ്റർ മാറി ഒരു വർക്ക്ഷോപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഈ ചിത്രത്തിലുള്ള ആൾ ഏകദേശം പറവൂർ ഭാഗത്ത് മാലിപ്പുറം ആ ഭാഗത്തുള്ള ഒരു അനീഷ് എന്ന് പറഞ്ഞ ഒരാളാണ് എന്ന് സംശയം ഈ വർക്ക്ഷോപ്പിലുള്ള ആൾ പറഞ്ഞു. അയാൾക്ക് ഇത്രയും കാര്യം അറിയാമുള്ളൂ, ഈ അനീഷ് എന്നുള്ള ഒരാളാണെന്ന് തോന്നുന്നു. അയാളുടെ വാഹനം ഈ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് പണിയിച്ചിട്ടുണ്ട്, അയാൾ ഇടയ്ക്ക് വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. വേറെ വിവരങ്ങളൊന്നും ഇയാൾക്ക് അറിയാമല്ല. മാലിപ്പുറം ആ ഭാഗവും പറഞ്ഞു, മാലിപ്പുറം ഭാഗം എന്നുള്ളത്. അങ്ങനെ ആ വർക്ക്ഷോപ്പിൽ നിന്ന് അനീഷ് എന്നുള്ളൊരു പേരും അയാൾക്ക് ഈ രേഖാചിത്രങ്ങൾ കാണിച്ചത് അനീഷ് എന്നുള്ളൊരു പേരും അതുപോലെ തന്നെ അയാൾക്ക് ഒരു സ്പ്ലെൻഡർ മോട്ടോർ സൈക്കിളുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഏകദേശം രൂപമുള്ള ഒരാളാണ്. അയാളുടെ വീട് മാലിപ്പുറം ഭാഗത്താണെന്നുള്ള വിവരം കിട്ടിയതിനെ തുടർന്ന് മാലിപ്പുറം ഭാഗത്ത് രഹസ്യമായിട്ട്, പിന്നീട് ഞങ്ങൾ ചിത്രം കാണിച്ച് അവിടെ അന്വേഷണം നടത്തിയില്ല, കാരണം ഏകദേശം കുറച്ച് സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഈ സൂചനകൾ വെച്ച് അന്വേഷണം നടത്തുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് അന്വേഷണം നടത്തണം. കാരണം ഈ അന്വേഷണത്തിൻ്റെ വിവരം ഏതെങ്കിലും രീതിയിൽ പ്രതിയുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ പ്രതി സ്ഥലം വിട്ടു പോകാനും പോലീസ് പുറകെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാകണം. അയാൾ പ്രതിയാണെങ്കിൽ അയാൾ പല രീതിയിലും പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് വഴുതി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പിന്നീട് ഫോട്ടോ ഇല്ലാതെ ഈ മാലിപ്പുറം ഭാഗത്ത് അന്വേഷണം നടത്തിയപ്പോൾ ഇങ്ങനെ ഒരു അനീഷ് എന്ന ഒരാൾ അവിടെ താമസമുണ്ട്, അയാൾ വാടകയ്ക്കാണ് താമസം, അയാൾക്ക് സ്പ്ലെൻഡർ മോട്ടോർ സൈക്കിളുണ്ട് എന്നുള്ള വിവരങ്ങൾ കിട്ടി. പക്ഷേ 2-3 ദിവസമായിട്ട് അയാൾ ആ വീട്ടിലില്ല എന്നുള്ള കാര്യവും മനസ്സിലായി. അപ്പോൾ പിന്നീട് ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെങ്കിൽ ഇനി അയാളുടെ ഫോൺ നമ്പർ എടുക്കണം. അങ്ങനെ ഫോൺ നമ്പർ എടുക്കാൻ വേണ്ടി സാധാരണ പല മാർഗ്ഗങ്ങൾ, ഗ്യാസ് ഏജൻസി, അതുപോലെ തന്നെ അടുത്ത് ഇതുപോലെ എന്തെങ്കിലും പബ്ലിക് യൂട്ടിലിറ്റി സർവീസുകൾ ഉണ്ടെങ്കിൽ അവരോടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഫോൺ നമ്പർ കിട്ടാറുണ്ട്, റേഷൻ കട അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. ഇയാളുടെ ഫോൺ നമ്പർ അടുത്തുള്ളൊരു ഗ്യാസ് ഏജൻസിയിൽ നിന്ന് ഇയാളുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ എന്ന നിലയിൽ ഒരു ഫോൺ നമ്പർ കിട്ടി. ആ ഫോൺ നമ്പർ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് അയാളുടെ ലൊക്കേഷൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ കുറ്റകൃത്യം നടന്ന സമയത്ത് അയാൾ കുറ്റകൃത്യം നടക്കുന്നതിന് മുമ്പ് അയാളുടെ ലൊക്കേഷൻ എറണാകുളം ടൗണിലുണ്ട്.
പക്ഷേ പിന്നീടുള്ള വഴികളിലൊന്നും അയാളുടെ ഫോണിൽ കോളുകളൊന്നും കാണുന്നില്ല. അയാൾ പിന്നീട് ഈ കുറ്റകൃത്യമൊക്കെ കഴിഞ്ഞതിനുള്ള സമയത്ത് അയാൾ വീട്ടിലുള്ളതാണ് കണ്ടത്. അയാൾ ഈ വഴിക്കൂടെ പോകുന്നു എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ള രേഖകളൊന്നും അതിൻ്റെ അകത്ത് കിട്ടിയില്ല. പക്ഷേ ഈ ഫോൺ നമ്പർ വെച്ച് ട്രൂ കോളറിലും അതുപോലെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ കൊണ്ടുണ്ട്. ആ ആപ്ലിക്കേഷനിൽ ഈ ഫോൺ നമ്പർ വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാളുടെ 2 ഫോട്ടോകൾ കിട്ടി. ഈ 2 ആപ്പിൽ നിന്നും അയാളുടെ 2 ഫോട്ടോകൾ കിട്ടി. ഈ ഫോട്ടോ വാദിയെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഈ പ്രതി ഇയാൾ തന്നെയാണെന്നുള്ള കാര്യം വാദി തിരിച്ചറിഞ്ഞു. ഏകദേശം ഫോട്ടോ വെച്ചിട്ട് നമ്മൾ വരച്ച രേഖാചിത്രമായിട്ടും ഏകദേശം അത് സാമ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇയാളാണ് ഏകദേശം പ്രതി എന്നുള്ള കാര്യം ഉറപ്പാക്കി. പക്ഷേ അയാളുടെ CDR വച്ചിട്ടുള്ള പരിശോധന നോക്കുമ്പോൾ ആ സമയത്ത് അയാൾ ഇടുക്കി ഭാഗത്ത് ആനക്കുളം ഭാഗത്തും കണ്ടായിട്ടാണ് അയാളുടെ ലൊക്കേഷൻ കാണുന്നത്. അയാൾ എന്തിനു പോയതാണെന്നോ അല്ലെങ്കിൽ എപ്പോഴാണ് വരുന്നുള്ളൊരു അന്നേരം മനസ്സിലായിട്ടില്ല. അപ്പോൾ അയാളെ അന്വേഷിച്ച് അങ്ങോട്ട് പോകാമെന്നുണ്ടെങ്കിൽ അയാൾ ഒരു പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാളെ പിടിക്കാനുള്ള സാഹചര്യം വരില്ല. അപ്പോൾ വെയിറ്റ് ചെയ്യാമെന്നുള്ള കാര്യം തീരുമാനിച്ചു. ഇയാളുടെ ഫോൺ നമ്പറിൻ്റെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണത് കാത്ത് CDRും സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി പരിശോധിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അയാൾ അതിൻ്റെ പിറ്റേ ദിവസം അവിടുന്ന് അയാളുടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് തുടങ്ങി. അങ്ങനെ ആ ലൊക്കേഷനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അയാൾ എറണാകുളത്തിനാണ് വരണേ എന്നുള്ളവരും മനസ്സിലായി. ഇയാളുടെ ഫോട്ടോയുണ്ട്. സ്പ്ലെൻഡർ മോട്ടോർ സൈക്കിളാണെന്നറിയാം. അയാളുടെ ലൊക്കേഷൻ ഓരോ സമയത്തും എടുത്ത് അയാളുടെ വരവ് നോക്കി ബോൾഗാട്ടി വശത്തേക്ക് തന്നെയാണ് അയാൾ വരുന്നത്. അങ്ങനെ ബോൾഗാട്ടി ഭാഗത്തേക്ക് അയാൾ വരുന്നതായിട്ട് ബോൾഗാട്ടി റൗണ്ടിൻ്റെ അവിടെ വെച്ച് തന്നെ ഇയാളെ കൃത്യമായിട്ട് ഈ മോട്ടോർ സൈക്കിളും അതുപോലെ ഫോട്ടോയും വെച്ചിട്ട് കണ്ട് തിരിച്ചറിഞ്ഞ് അയാളെ തടഞ്ഞു നിർത്തി പരിശോധിച്ചു. അയാൾക്ക് ആ സമയത്ത് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. സാധാരണ പോലീസ് പരിശോധിക്കും പോലെ തന്നെ പരിശോധിക്കുന്നതായിട്ടാണ് അയാൾക്ക് അന്നേരം ബോധ്യപ്പെട്ടത്. അയാളുടെ പേപ്പറുകളൊക്കെ നോക്കിയതിന് ശേഷം അയാളുടെ കൂട്ടത്തിൽ അയാളുടെ ഭാര്യയുണ്ട്. ആ സമയത്ത് അയാളെ പേപ്പറുകൾ ശരിയല്ല എന്നുള്ള രീതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതിന് ശേഷം അയാളോട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും കയ്യിലുള്ള തെളിവുകളെല്ലാം വെച്ച് പ്രത്യേകിച്ച് ഫോൺ നമ്പറിൻ്റെയും ഫോട്ടോയുടെയും ഒക്കെ തെളിവുകൾ വെച്ച് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ ഏകദേശം അയാൾ കുറ്റം സമ്മതിച്ചു. അതിനുശേഷം വാദിയെ വരുത്തി വാദി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പ്രതിയെ കണ്ട് തിരിച്ചറിഞ്ഞു. ഇയാൾ തന്നെയാണെന്ന് മോട്ടോർ സൈക്കിളിൽ കയറ്റിക്കൊണ്ടുപോയത് എന്നുള്ള കാര്യം വാദി തിരിച്ചറിഞ്ഞു. അങ്ങനെ അയാളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ മൊബൈൽ ഫോണും അതുപോലെ തന്നെ സ്വർണ്ണമാലയും വാദിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി എടുത്തതായിട്ട് അയാൾ സമ്മതിച്ചു. സ്വർണ്ണമാല അയാൾ ഒരു ജുവലറിയിൽ വിറ്റതായിട്ട് സംഭവിച്ചു. അത് ഇടുക്കി ജില്ലയിലുള്ള ഒരു ജുവലറിയിലായിരുന്നു അയാൾ സ്വർണ്ണമാല കൊടുത്തിരിക്കുന്നത്. അതവിടെ കൊടുത്തതായിട്ട് അയാൾ സമ്മതിച്ചു. അതുപോലെ തന്നെ അയാളുടെ മൊബൈൽ ഫോൺ അയാൾ വീട്ടിലൊരു സ്ഥലത്ത് വച്ചിട്ടുണ്ടായിരുന്നു. അത് അയാൾ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡിയിലെടുത്ത് അയാളെ ചോദ്യം ചെയ്ത് ഈ മോഷണ മുതലുകൾ കണ്ടെത്തി. അതുപോലെ തന്നെ അയാളുടെ ഇതിനു മുമ്പ് അയാൾക്ക് ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ വിവരങ്ങളെല്ലാം ഇയാളെ അറസ്റ്റ് ചെയ്തതോടുകൂടി മനസ്സിലാക്കി. അങ്ങനെ അയാളെ കോടതി മുമ്പാകെ അയാളുടെ കേസ് ചാർജ് ചെയ്ത് കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. ഈ സാധാരണ രീതിയിൽ മൊബൈൽ ഫോൺ ലൊക്കേഷൻസും അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളൊക്കെയാണ് പ്രതികളെ കണ്ടെത്താൻ വേണ്ടി സാധാരണ രീതിയിൽ ചെയ്യാറ്. അങ്ങനെ CCTV ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ ലൊക്കേഷൻസൊന്നും ഇല്ലെങ്കിൽ പണ്ട് പോലീസ് ചെയ്തുകൊണ്ടിരുന്ന രീതികളുണ്ട്. അത് ഞങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് കേസ് അന്വേഷിക്കാൻ നേരത്തെ പ്രധാനമായിട്ടും ഈ കാര്യങ്ങളെ CDRനെയും സൈബർ സെല്ലിനെയും അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളെയൊക്കെയാണ് നമ്മൾ സഹായം തേടാറ്. പക്ഷേ അതല്ലാത്ത രീതികളുമുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണം നടത്തിയാലും കേസിൽ പ്രതികളെ കിട്ടാറുണ്ട്. എളുപ്പമുള്ള മാർഗ്ഗങ്ങൾ ചെയ്തതിന് ശേഷം അത് കിട്ടാതെ വരുമ്പോഴാണ് ഈ മാർഗ്ഗങ്ങളിലേക്ക് പോകാറുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. പ്രതിയെ കണ്ടിട്ട് അതിൻ്റെ CCTV ദൃശ്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പ്രതിയുടെ രൂപത്തെക്കുറിച്ച് ഒരു കണക്കൂട്ടൽ നടത്താനും അതുപോലെ തന്നെ വാദിയുടെ മനസ്സിലുള്ള ആ ചിത്രം അതൊരു പേപ്പറിലേക്ക് പകർത്തിയെടുക്കാനൊക്കെ ആയിട്ടാണ് രേഖാചിത്രങ്ങൾ സാധാരണയായിട്ട് പോലീസ് തയ്യാറാക്കുന്നത്. പല കേസുകളിലും പ്രതി ആരാണെന്നറിയാമെല്ലാത്ത കേസുകളിൽ വാദിയുടെ മൊഴി പ്രകാരം അല്ലെങ്കിൽ വാദിയുടെ വിവരണങ്ങൾ പ്രകാരം രേഖാചിത്രങ്ങൾ തയ്യാറാക്കാറുണ്ട്. അതിന് കഴിവുള്ള ആളുകളൊന്നും പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ റിക്രൂട്ട് ചെയ്തെടുത്തിട്ടില്ല. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചില ഇങ്ങനത്തെ പടം വരയ്ക്കുന്നതിനൊക്കെയുള്ള കഴിവുള്ള ആളുകളുണ്ട്.
അവർ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് പടം വരപ്പിക്കും. അവരാകുമ്പോൾ അവർക്ക് ചിത്രം വരയ്ക്കാൻ നമ്മൾ ഒരു മെസ്സേജ് കൊടുത്ത് അറിയിച്ചാൽ മതി, അവർ വന്ന് അങ്ങനത്തെ ചിത്രങ്ങൾ വരച്ചു തരും. അതില്ലാത്ത സ്ഥലങ്ങളിൽ ചിലപ്പോൾ പുറത്തുള്ള ആർട്ടിസ്റ്റുകളെ കൊണ്ടും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വെച്ച് വരയ്ക്കാനൊക്കെ കഴിവുള്ള ആളുകളെ കൊണ്ടൊക്കെ ചിലപ്പോൾ ഒരു രേഖാചിത്രം വരച്ചെടുക്കാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് തെളിവുകളില്ലാത്ത കേസിൽ രേഖാചിത്രം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കേസിൽ ഈ രേഖാചിത്രം വെച്ചിട്ടാണ് അതിൻ്റെ അകത്ത് ഒരു ചെറിയ ക്ലൂ കിട്ടിയത്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. എൻ്റെ പോലീസ് ജീവിതത്തിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഞാൻ കോതമംഗലം SI ആയിരിക്കുമ്പോൾ തട്ടേക്കാട് ഉണ്ടായ ബോട്ടപകടം. ആ ബോട്ടപകടത്തിൽ അങ്കമാലി എളവൂർ ഭാഗത്തുള്ള ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകരുമായിട്ട് വന്ന് ടൂറിന് വന്ന് അവർ ബോട്ടിംഗ് നടത്തുന്നതിനിടയ്ക്ക് ബോട്ട് മറിഞ്ഞ് 15 കുട്ടികളും അതുപോലെ തന്നെ 3 അധ്യാപകരും മരിച്ച ഒരു സംഭവമാണ് തട്ടേക്കാടുണ്ടായത്. അപ്പോൾ ഞാനന്ന് പട്രോളിങ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കോതമംഗലം ടൗണിൽ കൂടെയൊക്കെ. അന്ന് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ SIമാർ ടൗണിലൊക്കെ ആയിട്ട് പട്രോളിങ് നടത്തും. അങ്ങനെ ഞാൻ പട്രോളിങ് നടത്തി വരുമ്പോൾ എനിക്ക് വൈകുന്നേരം ഒരു 5-5:30 സമയമായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. തട്ടേക്കാട് സ്കൂൾ വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകരെല്ലാം കൂടി സഞ്ചരിച്ച ഒരു ബോട്ട് മറിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അന്നേരം അറിഞ്ഞത്. അത്രയും വിവരങ്ങളാണ് ആ സമയത്ത് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ വിവരം അറിഞ്ഞ് ഞാൻ അപ്പം തന്നെ തട്ടേക്കാട് ഭാഗത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ പോയി കുറേ കിലോമീറ്ററുകൾ കഴിഞ്ഞ് തട്ടേക്കാടിനടുത്ത് തറയപ്പോഴത്തേക്കും ലൈറ്റിട്ട് ചില വണ്ടികൾ എതിർഭാഗത്ത് നിന്ന് ഭയങ്കര സ്പീഡിൽ കോതമംഗലം ടൗൺ ലക്ഷ്യമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തോ ഗൗരവമുള്ള കാര്യമാണ് നടന്നേക്കണമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാനവിടെ തട്ടേക്കാട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ബോട്ടപകടം നടന്നു എന്ന് പറയുന്നത് തട്ടേക്കാട് സാധാരണ നമ്മൾ ചെല്ലുന്ന ആ ഭാഗത്തു നിന്നും 1-2 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി ഈ ഡാമിൻ്റെ അവിടെ ആ ഭാഗത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ബോട്ട് മറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗത്തേക്ക് എത്താനുള്ള യാതൊരു മാർഗ്ഗവുമില്ല. ഞാൻ എത്തുന്ന സമയമായപ്പോഴത്തേക്കും ഈ മറിഞ്ഞ ബോട്ടിൽ ഉള്ള കുട്ടികളെയൊക്കെ രക്ഷിച്ച് അവരെ മറ്റൊരു ബോട്ടിൽ കയറ്റി കരക്കെത്തിച്ചതിന് ശേഷം അവരെ ഒരു സ്കൂളിൽ അവരെ നിർത്തിയിരിക്കുകയായിരുന്നു. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 90ഓളം കുട്ടികൾ അന്ന് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ ബോട്ട് അപകടം ഉണ്ടാവാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു താൽക്കാലിക അറേഞ്ച്മെൻറ്റിൽ ഉണ്ടാക്കിയ ഒരു ബോട്ട്, അതിന് ലൈസൻസ് എന്നുള്ള ഒരു ബോട്ടായിരുന്നില്ല. അത് ഈ കുട്ടികളെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ അവരെ ഈ ബോട്ടിൽ കയറ്റി. ആ ബോട്ടിൽ കയറ്റിയതിന് ശേഷം ബോട്ടിങ് നടത്തുന്നതിനിടയ്ക്ക് കുട്ടികൾ എന്തോ കാഴ്ചയൊക്കെ കണ്ട് എല്ലാവരും കൂടി ഒരു സൈഡിലേക്ക് വന്ന് ഈ ബോട്ടിൻ്റെ ബാലൻസ് തെറ്റി ഇത് മറിഞ്ഞാണ് ഈ അപകടം ഉണ്ടായത്. അപ്പോൾ അപകടം നടന്നത് തന്നെ ഉള്ളിലേക്ക് കയറിയാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും വാഹനമായിട്ട് പോകാൻ പറ്റില്ല. ഉള്ള ബോട്ടുകളും ഒക്കെ ആയിട്ട് സ്ഥലത്തെ ആളുകളെല്ലാം കൂടിയാണ് അവർക്ക് ചെയ്യാവുന്ന രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. പോലീസൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ ആളുകൾ ചെയ്യാവുന്ന ശ്രമങ്ങളൊക്കെ നടത്തി അപകടത്തിൽപ്പെടാത്ത കുട്ടികളെയെല്ലാം രക്ഷിച്ച് കരയിലെത്തിച്ച് അവരെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വെച്ചിരുന്നു. ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഈ കുട്ടികളെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് പോലീസ് വാനൊക്കെ വന്നിട്ട് കുട്ടികളെല്ലാം കൂടി അടുത്തുള്ള റിസോർട്ടിലേക്ക് മാറ്റി അവരെ സുരക്ഷിതമായിട്ട് അവിടെ നിർത്തി. ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന കുട്ടികളിൽ എല്ലാം മിക്കവാറും മരിച്ച കുട്ടികൾ തന്നെയായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം അവിടെ സുരക്ഷിതമായിട്ട് ആളുകൾ സ്ഥലത്തേക്ക് മാറ്റി അവിടുന്ന് റിസോർട്ടിലേക്കൊക്കെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും വാർത്തകളൊക്കെ എല്ലായിടത്തും പരന്നു, ഇങ്ങനൊരു ബോട്ട് അപകടം ഉണ്ടായി, ഇളവൂരുള്ള സ്കൂളിൽ നിന്നുള്ള കുട്ടികൾക്കാണ് അപകടം പറ്റിയതെന്നൊക്കെ പറഞ്ഞ് അവരുടെ മാതാപിതാക്കളൊക്കെ അന്വേഷിച്ച് അവിടുന്ന് പുറപ്പെട്ടതായിട്ടൊക്കെ വയർലെസ് സെറ്റിലൊക്കെ വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ ഞങ്ങൾ കോതമംഗലം ടൗണിലേക്കുള്ള ഒരു ഹാളിലേക്ക് മാറ്റി. ഹാളിലെത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ള പ്രശ്നം എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഒന്നാമത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന അവർ കരച്ചിലും ബഹളം, അതിനിടയ്ക്ക് വരുന്നവർ ഈ കുട്ടികളുടെ ബന്ധുക്കൾ അവരുടെ മക്കളെയും വിളിച്ചുകൊണ്ട് പോകാൻ ഒക്കെ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ ഒരു കണക്കില്ലാത്ത സാഹചര്യം. ഒരിക്കലും നമുക്ക് പെട്ടെന്നുണ്ടായ ഒരു കാര്യമായതുകൊണ്ട് അതൊരു വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റാത്ത, നിയന്ത്രണമില്ലാത്ത രീതിയിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു, ആരൊക്കെ ബന്ധുക്കൾ വന്നു, എങ്ങനെ കൊണ്ടുപോയി, ഇതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ കുട്ടികളെ കൊടുത്തുവിടുക എന്നുള്ള കാര്യം ഒന്ന് തടഞ്ഞു വെച്ച ശേഷം അവരെ ബോധ്യപ്പെട്ടതിന് ശേഷം ഉള്ളിലേക്ക് കയറ്റി
അവരെ കുട്ടികളെ കാണിച്ചു കൊടുക്കുക, അങ്ങനെ അതിനുവേണ്ടി കുറച്ച് പോലീസിൻ്റെ ആവശ്യം വന്നു ആ സമയത്ത്. അതുപോലെ തന്നെ ഈ കുട്ടികളെ ആദ്യമായിട്ട് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് മാറ്റിയത് ഒരു റിസോർട്ടിലേക്കാണ്. അപ്പോൾ ഈ അപകടം അറിഞ്ഞ് ഒരുപാട് ആളുകൾ ആ സ്ഥലത്തേക്ക് എത്തി. അങ്ങനെ സ്ഥലത്തെത്തിയവർ ഈ റിസോർട്ടിന് ഈ അപകടമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് ഓർത്ത് അവർ റിസോർട്ടിലേക്ക് കല്ലെറിയാൻ തുടങ്ങി. അങ്ങനെ തട്ടേക്കാട് ഭാഗത്ത് ബഹളം, കുട്ടികളെയും കൊണ്ടുവന്ന കോതമംഗലത്ത് ബഹളം. അതിനിടയ്ക്ക് 15 കുട്ടികളുടെ മൃതദേഹവും 3 അധ്യാപകരുടെ മൃതദേഹവും കോതമംഗലത്ത് സ്റ്റേഷനിൽ തന്നെ, കോതമംഗലത്ത് ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് വരുന്ന ആളുകളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ തിരക്ക്. അങ്ങനെ ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു അന്നുണ്ടായിരുന്നത്. കുട്ടികളുടെ മൃതദേഹങ്ങൾ അതിന് കേസ് രജിസ്റ്റർ ചെയ്തു, ഇൻക്വസ്റ്റ് നടത്തി. പക്ഷേ പോസ്റ്റ്മോർട്ടം നടത്താതെ ബോഡികൾ വിട്ടുകൊടുത്തു. അങ്ങനെയുള്ള ചില സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ അതിന് കുട്ടികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം, അതിന് മരണകാരണത്തിൽ പ്രത്യേകിച്ച് സംശയമില്ല, വെള്ളത്തിൽ വീണ് മരിച്ചതെന്നുള്ള ഉറപ്പുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്യുക, ഇൻക്വസ്റ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അത് പോസ്റ്റ്മോർട്ടം ഇല്ലാതെ ഈ കുട്ടികളുടെയും അധ്യാപകരുടെയും ബോഡി അങ്ങനെ വിട്ടുകൊടുക്കുകയുണ്ട്. അത് കളക്ടറുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം അത് വിട്ടുകൊടുത്തു. അതുപോലെ തന്നെ ഈ കാര്യത്തിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി. അതിനകത്ത് ബോട്ട് ഉടമയുടെ പ്രകടമായ വീഴ്ച അതിൻ്റെ അകത്തുണ്ട്. കാരണം ഇത്രയും കുട്ടികളുമായിട്ടൊക്കെ ബോട്ടിങ് നടക്കുന്ന ഒരു സ്ഥലത്ത് സ്റ്റെബിലിറ്റിയുള്ള ഒരു ബോട്ട്, അതിന് തട്ടിക്കൂട്ട് ബോട്ടാവരുത്, സ്റ്റെബിലിറ്റിയുള്ള ബോട്ട്, അതിൻ്റെ സുരക്ഷിതത്വം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചിന്ത വേണം. അതില്ലാത്ത ഇതാണ് ഈ അപകടത്തിലേക്ക് നയിച്ച സംഭവം. അപ്പോൾ അതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് കൊടുത്തതായിട്ടാണ് എൻ്റെ അറിവ്. അത് DYSP ആയിരുന്നു ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്.